CPM-ന് പിന്നാലെ തലസ്ഥാനത്ത് റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടി CPI-യും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡാണ് CPI അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ കയ്യേറിയത്. സംഭവത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വണ്ടി കൊണ്ട് ഒതുക്കണതാണ് നല്ലത്. അല്ല ഈ ബ്ലോക്കിലാണെന്ന് ഓടിയിട്ട് ഒന്നും കാര്യമില്ല. ഉള്ള ഡീസലും ചെലാക്കി ആരോട് പറയാനാ? ജനങ്ങളുടെ അത് ഭരണകക്ഷിയിലെ ഒരു സംഘടനയുള്ള നടത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കാനുള്ള സാർ ജനങ്ങൾക്കില്ലേ? അതിനെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ബസ് പോകാനുള്ള സംവിധാനം ചെയ്യണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൗത്ത് ഗേറ്റിന് സമീപത്താണ് ജോയിന്റ് കൗൺസിൽ റോഡ് കയ്യേറി സ്റ്റേജ് നിർമ്മിച്ചത്. രാപ്പകൽ സമരത്തിന്റെ പേരിൽ നടപ്പാതയും റോഡും കയ്യേറിയതോടെ സ്ഥലത്ത് വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. വിഷയം അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ. പോലീസ് പറഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞു. അവരെ അത് പിന്നെ ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നിർവാഹമില്ല. അവിടെ ഒരു സമരം നടത്തുമ്പോൾ വേറെ ഒരു സമര സ്ഥലം തിരുവനന്തപുരത്തില്ല. പോലീസിന്റെ അനുമതി ലംഘിച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തിന്റെ ഒരു ഗൗരവം നമുക്കറിയാമല്ലോ. പെൻഷനാണ് വിഷയം, നമ്മുടെ ജീവനക്കാരുടെ ക്ഷാമബത്തെയാണ് വിഷയം. അപ്പോൾ അവർക്കൊരു വൈകാരികമായ ചില വിഷയങ്ങളൊക്കെ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരു വിഷയമല്ലേ? ഒരിക്കലും നമ്മൾ ആണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും മൗലികാവകാശത്തെയും ഭരണഘടനയും മാനിക്കുന്നവരാണ് നമ്മൾ. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ച കാര്യം മുതിർന്ന CPM നേതാവ് പന്നീൻ രവീന്ദ്രനെ അറിയിച്ചപ്പോൾ പരിശോധിക്കാമെന്നാണ് മറുപടി. സമരങ്ങൾ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സമരങ്ങൾ റോഡിൽ കൊണ്ട് നടന്നത് തെറ്റുമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും. ഇത് സാധാരണഗതിയിൽ ഇവിടെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. കാരണം ജനങ്ങൾക്ക് ഒരിക്കലും ഉപദ്രവം ഉണ്ടാകുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ പോകാൻ പറ്റില്ല. റോഡ് കയ്യേറിക്കൊണ്ടാണ് അല്ല, നമ്മൾ അവരോട് പറഞ്ഞ് അവരെ പരമാവധി നിയന്ത്രിക്കുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ വേണ്ട നടവഴിയും അതുപോലെ തന്നെ റോഡും ഒരു ഭാഗം പൂർണ്ണമായും കയ്യേറിക്കൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അടക്കം കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 ആവട്ടെ നോക്കാം നമുക്ക്. സംഭവം വിവാദമായതോടെ റോഡ് തടസ്സപ്പെടുത്തിയതിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെയാണ് കേസ്. ജനം TV വാർത്തയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി റോഡ് തടഞ്ഞുകൊണ്ട് മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സമരം നടത്തുന്നത് വേറെ ആരുമല്ല, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI-യുടെ സർവീസ് സംഘടനയാണെന്നാണ് ഏറ്റവും വിരോധാഭാസം. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.